ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ജനനായകൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പേ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ അതേ സെയിം എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ജനനായകയിലോട്ട് വരാം. അപ്പോൾ നമ്മുടെ ജനനായകൻ എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അപ്പോൾ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ മാക്സിമം പോയി തിയേറ്ററിൽ ഇരുന്ന് തന്നെ കാണുക. തിയേറ്റർ എക്സ്പീരിയൻസ് കണ്ടാലേ നിങ്ങൾക്ക് ആ സിനിമയ്ക്കുള്ള ഒരു ഫീല് മനസ്സിലാവുള്ളൂ, സിനിമയുടെ ആ കഥയുടെ ഫീല് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റിവ്യൂയിലോട്ട് വരാം. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. ജനനായകൻ്റെ അടുത്ത് ഭഗവത് കേസരിയുടെ സാമ്യം ഉണ്ടെന്ന്. അത് പറഞ്ഞതിൽ 100% ശരിയാണ്. 100% ശരിയാണ്. ഭഗവത് കേസരിയുടെ സാമ്യം ഉണ്ട്. ഭഗവത് കേസരിയുടെ സാമ്യം 70% സാമ്യം ഉണ്ട്. അത് ഉള്ളത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ചിലപ്പം ഡയറക്ടറിൻ്റെ ഒരു ഇതായിരിക്കാം. പക്ഷെ ഭഗവത് കേസരിയുടെ സാമ്യം ഉണ്ട്, 70% സാമ്യമുണ്ട്. കുറേ ഷോട്ടുകളിൽ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭഗവത് കേസരിയുടെ സാമ്യം തോന്നി. പക്ഷെ കഥ രണ്ടും വേറെയാണ്. കഥ രണ്ടും ഒന്നല്ല. കഥ രണ്ടും ഒന്നാണെന്നും പറഞ്ഞുകൊണ്ട് കാണാതെ ഇരിക്കരുത്, പോയി കാണുക. കഥ രണ്ടും വേറെയാണ്. ഓക്കെ, അതേ സെയിം എനിക്ക് തോന്നുന്നു വിജയുടെ പടം വെച്ച് നോക്കുകയാണെങ്കിൽ വിജയുടെ ബെസ്റ്റ് പടം എന്ന് വെച്ചാൽ ഇതാണ്. കറക്റ്റ് പറയാണ്, ബെസ്റ്റ് പടം എന്ന് വെച്ചാൽ ഇതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ 2024, 2025 ഇതിൻ്റെ അകത്ത് വരുമ്പം വാരിസ്, ഗോട്ടൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് പടമാണ്. ബെസ്റ്റ് പടമാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ OTTയിൽ വരണവരെ ഒരാളും ഇരിക്കരുത്. OTT വന്നിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ തിയേറ്ററിൽ പോയി തന്നെ ഇരുന്ന് കാണുക. തിയേറ്ററിൽ പോയി ഇരുന്ന് കാണുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെയാണ്. ഓക്കെ, നിങ്ങൾ തന്നെ ഇടിച്ചു പോകും ചിലപ്പോൾ. അപ്പോൾ ഈ സിനിമ കറക്റ്റ്ലി പറഞ്ഞ ഒരു പൊളിറ്റിക്കലി ഒരു ബന്ധം വെച്ചുള്ള ഒരു സിനിമയാണ്. പൊളിറ്റിക്കൽ ബന്ധമായിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് ഈ സിനിമ ഇറക്കിയിരിക്കുന്നത്. പൊളിറ്റിക്കലായിട്ട് ഒരു ചെറിയൊരു ബന്ധമുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ സിനിമ ഇറക്കിയിരിക്കുന്നത്. മനസ്സിലായ? അപ്പോൾ വിജയുടെ ക്യാരക്ടർ എന്തെന്ന് വെച്ചാൽ ഒരു പോലീസാണ്. ആളൊരു പോലീസ് ഓഫീസറായിരുന്നു. അതിനുശേഷം വില്ലൻ കൊണ്ട് കുടുക്കി. വില്ലൻ ഇവൻ ടെററിസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഇവനെ എത്രയോ വർഷം ജയിലിലിട്ട് പിന്നെ അവൻ ഇറങ്ങി. അങ്ങനെ ഒരു ഇതാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്സ് ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. അതേ ചെയ്യുന്നത് ഒരു പോലീസ് ഓഫീസർ, ഒരു IPS ഓഫീസർ വില്ലനായിട്ട് വന്നാലുള്ള ഒരു വില്ലൻ എന്ന് വെച്ചാൽ IPS ഓഫീസർ ഒരു പാകിസ്ഥാൻ്റെ കൂടെ ചേർന്ന് സ്വന്തം രാജ്യത്തിനെ തിരിച്ചടിക്കാൻ നോക്കുന്ന ഒരു പരിപാടിയാണ്. മനസ്സിലായ? അപ്പോൾ അതൊന്ന് തടയാൻ വേണ്ടിയിട്ട് വിജയ് ഇറങ്ങുന്നു. അതേ സെയിം നമ്മുടെ മമിത ബൈജു ഈ സിനിമയ്ക്കകത്തുണ്ട്. മമിത ബൈജു നമ്മുടെ വിജയയുടെ മോളായിട്ടാണ് വരുന്ന. അതിൻ്റെ ഒരു കഥ ഉണ്ട്. അതിൻ്റെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. മകളായിട്ട് വരുന്നതിൻ്റെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്തെന്ന് വെച്ചാൽ ഞാൻ സ്പോയിൽ അടിപ്പിക്കുന്നില്ല. കാണാത്തവരുണ്ടെങ്കിൽ ചിലപ്പോൾ സ്പോയിൽ അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ പറയുന്നില്ല. അതേ സെയിം നമ്മുടെ ആ കഥയിലൊരു ട്വിസ്റ്റ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഗൗതം മേനോൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. ആള് വിജയ് ജയിലിൽ കിടക്കുമ്പോൾ ആള് പോലീസ് ഓഫീസറാണ്. അവിടുത്തെ സൂപ്രണ്ട് പോലീസ് ഓഫീസറാണ്. എന്ന് വെച്ചാൽ വിജയ് കിടക്കുന്ന ജയിലിലെ സൂപ്രണ്ട് പോലീസ് ഓഫീസർ ക്യാരക്ടറിലാണ് ഗൗതം മേനോൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കണ്ടവർക്ക് അറിയായിരിക്കും. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ സ്പോയിൽ അടിപ്പിക്കുന്നില്ല. സ്പോയിൽ അടിപ്പിച്ച് വെറുതെ നമ്മൾ കാണാൻ പോകുന്നവരെയും കൂടെ വെറുപ്പിക്കണ്ടല്ലോ.
ഓക്കെ. അപ്പോൾ അങ്ങനെ ഗൗതം മേനോനുണ്ട്, ആ ക്യാരക്ടറായിട്ടാണ് വരുന്നത്. അതേ സെയിം നമ്മുടെ നമ്മുടെ പൃഥ്വിരാജിൻ്റെ കൂടെ പുതിയ മുഖത്തിൽ അഭിനയിച്ച പ്രിയാമണി ഉണ്ട്. പ്രിയാമണി ഇതിൻ്റെ അകത്ത് കലക്ടറായിട്ടാണ് വരുന്നത്, കലക്ടർ. പിന്നെ നമ്മുടെ പ്രകാശ് രാജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പ്രകാശ് രാജ് ഇതിൻ്റെ അകത്തൊരു പൊളിറ്റിക്കലിലോട്ട് എന്ന് വെച്ചാൽ പൊളിറ്റിക്കലിലോട്ട് വരികയാണെങ്കിൽ വെച്ചാൽ ഒരു മന്ത്രിയായിട്ടാണ് വരുന്നത്, മന്ത്രി. അപ്പോൾ മന്ത്രി വില്ലനാണ് കേട്ടോ, മന്ത്രിയും വില്ലനാണ്, ഈ IPS ഓഫീസറും വില്ലനാണ്, ഈ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കലക്ടറും വില്ലനാണ്. മൂന്ന് പേരും വില്ലന്മാരാണ്. ഓക്കെ. അപ്പോൾ അതേ സെയിം നമ്മുടെ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം ഈ കഥ എന്തെന്ന് വെച്ചാൽ ഒരു IPS ഓഫീസറും കലക്ടറും ഒരു മന്ത്രിയും കൂടെ സ്വന്തം രാജ്യത്തിന് തന്നെ തകർക്കാൻ നോക്കുമ്പോൾ വിജയ് അതിനെ എതിർക്കുന്നു. എന്ന് വെച്ചാൽ വിജയ് അതിനെ തകർത്ത് അവരെ കൊല്ലുന്നു, അത്രേ ഉള്ളൂ. അതേ സെയിം നമ്മുടെ മലയാള നടനായിട്ട് ഒരാളും കൂടെ ഉണ്ട്, നരൻ എന്ന് പറയും, നിങ്ങൾക്ക് അറിയായിരിക്കും. നരൻ എന്ന് പറയും, ആൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. ആളൊരു ഓഫീസറായിട്ടാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റ് ഒരു ഇപ്പം നമ്മുടെ ഒരു ഓഫീസറായിട്ടാണ് വരുന്നത്. കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരു ഓഫീസറായിട്ടാണ് വരുന്ന ആള് ഇതിന് പ്രതിരോധിക്കാനുള്ള സാധനങ്ങളും എന്ന് വെച്ചാൽ ഇതിന് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള, ഈ വാർ വരുമ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ട്രക്കും അതിൻ്റെ ഗൺസും എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ ഈ വാർ വരുന്നെന്ന് അറിയിപ്പിക്കുന്ന ഒരു ഓഫീസറായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ആൾ വരുന്നത്. ഓക്കെ. അപ്പോൾ അതേ സെയിം ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് പൊളിറ്റിക്കലായിട്ട് ബന്ധപ്പെടുന്ന ഒരു സിനിമയാണ്, പൊളിറ്റിക്കലായിട്ട് ബന്ധം വരുന്ന ഒരു സിനിമയാണ്. ഓക്കെ. അപ്പോൾ പൊളിറ്റിക്കലായിട്ട് ബന്ധം വരുന്ന ഒരു സിനിമയാണ്. പിന്നെ കഥ പേഴ്സണലി എനിക്ക് കഥ ഇഷ്ടപ്പെട്ടു കേട്ടോ. കഥ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് കഥയാണ്. എന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ്ലി പറയുകയാണെങ്കിൽ എനിക്ക് കഥ ഇഷ്ടപ്പെട്ടു. നമ്മുടെ രാജ്യത്തിന് എന്ന് വെച്ചാൽ ഒരു IPS ഓഫീസറും ഒരു കലക്ടറും ഒരു മന്ത്രിയും കൂടെ അവരെ രാജ്യത്തിന് എന്നെ തിരിച്ചിട്ടടിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് കൊള്ളൂലേ? അതേ സെയിം ഒരു കഥയാണ്. എന്ന് വെച്ചാൽ വിജയ് അത് കണ്ടു, വിജയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, വിജയ് അതെല്ലാം കണ്ടുപിടിച്ചു. അന്ന് അവനെ IPS ഓഫീസർ അവൻ ടെററിസ്റ്റ് ആണെന്ന് പറഞ്ഞ് അവനെ കയറ്റി വിട്ടു. പക്ഷെ ടെററിസ്റ്റ് അവനല്ല, ടെററിസ്റ്റ് ഈ IPS ഓഫീസറാണ്, വില്ലനാണ്. ഓക്കെ. വില്ലൻ്റെ എൻട്രി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വില്ലൻ്റെ എൻട്രി എന്ന് പറയുമ്പം ഫസ്റ്റ് എനിക്ക് തോന്നുന്നു വില്ലൻ്റെ എൻട്രി വിജയ് ജയിലിൽ കിടക്കുന്നതാണ് ഫസ്റ്റ് എൻട്രി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആഫ്രിക്കയിൽ വില്ലനെ ഒരു ജയിലിൽ കൊണ്ടുപോവുകയാണ്. ആഫ്രിക്കയിലുള്ള ഒരു ജയിലിൽ കൊണ്ടുപോകണം. അവ അവിടുത്തെ വലിയ ടെററിസ്റ്റ് ആയതുകൊണ്ട് കൊണ്ടുപോവുകയാണ്. അവൻ്റെ ജയിലിൽ കൊണ്ടുപോയി തൂക്കിക്കൊല്ലാൻ വേണ്ടിയുള്ള ഇതിൽ കൊണ്ടുപോവുകയാണ്. പക്ഷെ അതൊക്കെ ഗംഭീരമായിരുന്നത്. അതൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അതൊക്കെയാണ് വില്ലന്മാർ സത്യം പറഞ്ഞാൽ. എന്നാ അത് ഇഫക്റ്റ് ആയിരുന്നെന്ന് അറിയാമോ? അത് ജയിലിൽ കൊണ്ടുപോയി അവനെ ഇറക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ആൾക്കാർ വന്ന് അവിടെ ഫുള്ള് ശവപ്പറമ്പാക്കിയിട്ട് അവനെ എടുത്തോണ്ടോ. അവൻ ഇറങ്ങി, ജയിലിൽ നിന്ന് ഇറങ്ങി. അപ്പം പിന്നെ നേരെ ഡയറക്റ്റ് നമ്മുടെ തമിഴ്നാടെന്നാണ് പറയുന്നത്, തമിഴ്നാട്ടിലോട്ട് വന്ന് അവിടെ തകർക്കാൻ നോക്കുമ്പോഴാണ് വിജയ് എതിർക്കണം. വിജയ് പക്ഷെ അതിന് മുമ്പേ ഇവൻ വില്ലനാണെന്ന് അറിഞ്ഞു. അവൻ പോലീസ് ഓഫീസർ ആയിരുന്നപ്പോൾ വില്ലനാണെന്ന് അറിഞ്ഞു, ടെററിസ്റ്റ് ആണെന്ന് അറിഞ്ഞു. പക്ഷെ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കഥ കിട്ടില്ല കഥ. പിന്നെ സാമി ഉണ്ടെന്നും പറഞ്ഞ് ആരും പോയി കാണാതിരിക്കില്ല. സാമ്യം ഉണ്ടെന്ന് ചോദിച്ചാൽ 70% എന്ന് പറയുമ്പോൾ ഒരു 2-3 ഷോട്ടിലൊക്കെ ആ സാമ്യം ഉള്ളൂ. 2-3 ഷോട്ടിലൊക്കെ ആ സാമ്യം ഉള്ളൂ, അല്ലാതെ വലിയ സാമ്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ സാമ്യം ഉണ്ടെന്ന് വെച്ച് പോവാതിരിക്കരുത്. കഥ രണ്ടും വേറെയാണ് കേട്ടോ. ബാദ്കസരിയുടെ കഥ പോലെയല്ല ഈ കഥ, ജനനായകൻ്റെ കഥ. അതേ സെയിം നമ്മുടെ മമിത ബൈജു ഒരു
മകളായിട്ട് വരണമെന്ന് പറഞ്ഞില്ലേ, മകളായിട്ട് വന്നിട്ട് അവൾക്ക് കുറച്ച് പേടിയുണ്ട്. അവളെ ആർമി ടെസ്റ്റിൽ കയറണമെന്ന് പറഞ്ഞാൽ അതിൽ സാമ്യമുണ്ട്. ആർമി ടെസ്റ്റിൽ ഭഗത് കശ്രീയിലായാലും അങ്ങനെയാണ്. ആർമി ടെസ്റ്റ് എഴുതി കയറണമെന്നുള്ള ഒരു ആർമി ഓഫീസർ ആക്കണമെന്നുള്ള ഒരു ഇതിലാണ് ഭഗത് കശ്രീ പറഞ്ഞ ഈ ജനതായിലും പറഞ്ഞ രണ്ട് സിനിമയിൽ ധൈര്യമില്ല രണ്ടുപേർക്കും. അപ്പം ആ സാമ്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ വരും. അപ്പം സാമ്യം വെച്ച് നമ്മൾ കഥ രണ്ട് ഡിഫറൻസാണ്. കഥ രണ്ടും വേറെ വേറെയാ. അപ്പം ജനനായകൻ വേറെ കഥയാണെങ്കിൽ ഭഗത് കശ്രീ വേറെ കഥയാണ്. അപ്പം രണ്ടും വേറെ കഥയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് കഥയും ഒന്നിച്ച് വരില്ല. അപ്പം രണ്ട് കഥയും വേറെ വേറെ ആയിട്ടാണ് രണ്ട് കഥയും പറഞ്ഞത്. സാമ്യമുണ്ട്, സാമ്യം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, സാമ്യമുണ്ട്. അപ്പം സാമ്യം കുറച്ച് സാമ്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അപ്പം സാമ്യം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് പോയി കാണാതിരിക്കരുത്. ഓക്കെ അല്ലേ? അപ്പോൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി തന്നെ ആ എക്സ്പീരിയൻസിൽ തന്നെ ഇരുന്ന് കാണുക. തിയേറ്റർ എക്സ്പീരിയൻസിൽ തന്നെ ഇരുന്ന് കാണുക. OTTയിൽ വന്നിരുന്ന് കാണാൻ വേണ്ടി ഇരിക്കരുത്. ഫോണിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗൂസ് പമ്പോ ഒന്നും കിട്ടൂല. ഓക്കെ അല്ലേ? അവിടുത്തെ ഒരു പവർ എന്ന് വെച്ചാൽ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഓരോ കൂവലും ഗൂസ് പമ്പും എല്ലാം കൂടെ അടിച്ച് ഇടിക്കും നമ്മൾ പെട്ടെന്ന്. സിനിമ ഉണ്ട്, മനസ്സിലായി? വിജയ ആ സ്റ്റൈലും അഭിനയവും ഇതൊക്കെ കണ്ട് നമ്മൾ ഇടിക്കും. അപ്പോൾ ആ എക്സ്പീരിയൻസിൽ തന്നെ തിയേറ്റർ എക്സ്പീരിയൻസിൽ തന്നെ പോയിരുന്ന് കാണുക. ഓക്കെ അല്ലേ? തിയേറ്റർ എക്സ്പീരിയൻസിൽ തന്നെ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അതേ സെയിം നമ്മുടെ മഹാരാജ ഹോസ്റ്റലിൽ ഇറങ്ങിയിട്ടുണ്ട്. മഹാരാജ ഹോസ്റ്റൽ ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2 ദിവസമായി, 2-3 ദിവസം എന്തോ ആയി മഹാരാജ ഹോസ്റ്റൽ ഇറങ്ങി. 24-ാം തീയതിയാണ് ഇറങ്ങിയത്. അപ്പം എനിക്ക് തോന്നുന്നു 4 ദിവസം 5 ദിവസം 6 ദിവസം അടുപ്പിച്ചായി കാണും ഇറങ്ങിയിട്ട്. 6 ദിവസം അടുപ്പിച്ചായി ഇറങ്ങിയിട്ട് മഹാരാജ ഹോസ്റ്റൽ ഇറങ്ങിയിട്ട്. അപ്പം ഞാൻ കണ്ടിട്ട് ഞാൻ റിവ്യൂ ഇടുന്നതായിരിക്കും. എന്തായാലും ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസത്തിനുള്ളിൽ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസത്തിനുള്ളിൽ ഞാൻ റിവ്യൂ ഇടുന്നതായിരിക്കും മഹാരാജ ഹോസ്റ്റലിൻ്റെ. അത് ഞാൻ കുറേ പേരെടുത്ത് ഞാൻ കണ്ടവരടുത്തൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ കിടിലൻ പടമാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റിവ്യൂ എന്തായാലും വരുന്നതായിരിക്കും. ഓക്കെ. അതേ സെയിം നമ്മുടെ ഡൂംസ്ഡേയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എസ്പെഷ്യലി ആ ട്രെയിലർ കണ്ടു. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഞാൻ ഇടാൻ വേണ്ടി ഇരിക്കുകയാണ്. ആ റിവ്യൂ എന്തായാലും നമ്മുടെ ഈ ജനനായകൻ ഇറങ്ങിയിട്ട് അടുത്ത വീഡിയോ അതായിരിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത വീഡിയോ അതായിരിക്കാൻ ചാൻസ്. പിന്നെ നമ്മളെ കുറേ ട്രെയിലേഴ്സൊക്കെ ഇറങ്ങുന്നുണ്ട്. കുറേ പേരൊക്കെ ട്രെയിലറൊക്കെ കണ്ടാണ്. എത്ര ട്രെയിലേഴ്സൊക്കെ ഇറങ്ങുന്നതെന്ന് അറിയാമോ? പുതിയ സിനിമയിലൊക്കെ കുറേ ട്രെയിലേഴ്സ് ഇറങ്ങുന്നുണ്ട്. ഡേറ്റ് വെച്ചിട്ട് കുറേ സിനിമയിലെ ട്രെയിലേഴ്സൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സിനിമകളുടെ ട്രെയിലേഴ്സിൻ്റെ റിവ്യൂസൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ വഴിയേ വരുന്നതായിരിക്കും. ഓരോ വീഡിയോസായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ജനനായകൻ പോയി കാണുക. അപ്പോൾ ജനനായകൻ മസ്റ്റായിട്ട് പോയി കാണുക. അപ്പോൾ അതേ സെയിം ഈ ജനനായകൻ്റെ റിവ്യൂ വീഡിയോ എത്ര മണിക്ക് വരുമെന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോയി ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ നേരെ പോയി നോക്കുക വന്നിട്ടുണ്ടോയെന്ന്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ പ്രൊഫൈലിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, യൂട്യൂബിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. നേരെ ലിങ്കിൽ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ജനനായകൻ പോയി കാണുക. ഓക്കെ, കാണാത്തവരുണ്ടെങ്കിൽ ഈ റിവ്യൂ കണ്ടിട്ട് പോയി കാണുക. ഓക്കെ, പിന്നെ സാമ്യം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് പോയി കാണാതെ ഇരിക്കരുത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.